ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് റിസൾട്ട് കിട്ടും. ഒറ്റ തവണ യൂസ് ചെയ്താൽ മതി. കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് ഗംഭീരമാണ് കേട്ടോ. അത് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയാലേ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ എൻ്റെ ഹെയർ മാസ്കിന് ശേഷം എൻ്റെ മുടി കൊഴിഞ്ഞത് ഇത്രത്തോളമാണ് കേട്ടോ. ഹലോ, ഇന്നൊരു കിടിലൻ ഹെയർ മാസ്ക് പരിചയപ്പെടുത്തി തരാം കേട്ടോ. ഈ ഒരു ഹെയർ മാസ്ക് നമ്മുടെ മുടി നന്നായിട്ട് സോഫ്റ്റ് ആക്കുമെന്ന് പറയാം. അതായത് നമ്മുടെ മുടി പട്ട് പോലെ കിടക്കും. ആ ഒരു ടെക്സ്ചറിലേക്ക് നമ്മുടെ മുടീനെ കൊണ്ടെത്തിക്കും. അതുപോലെ തന്നെ ഹെയർ ഫോൾ ഉള്ളവർക്ക് നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഹെയർ മാസ്കും കൂടിയാണിത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം കേട്ടോ. അപ്പോൾ ഇതെൻ്റെ ആഫ്റ്റർ ആ ഒരു ഹെയർ മാസ്ക് ഇട്ടതിന് ശേഷമുള്ള റിസൾട്ടാണ് എൻ്റെ മുടിയിൽ ഉണ്ടായ ഒരു മാറ്റമാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. അത്രയ്ക്കും സോഫ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ അത് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും. നല്ലൊരു ബ്ലാക്ക് കളർ കിട്ടും നമ്മുടെ മുടിക്ക്. അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആകും കേട്ടോ. പട്ടുപോലെ ഇരിക്കും നമ്മുടെ മുടി. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേറൊരു കാര്യം ഈ ഒരു ഹെയർ മാസ്കിന് ശേഷം മനസ്സിലാകുന്നത്, നമ്മുടെ സ്കാൽപ്പ് കംപ്ലീറ്റ് ആയിട്ട് ക്ലീൻ ആയിട്ടുണ്ടായിരിക്കും. അതായത് നമുക്കത് ഫീൽ ചെയ്യും കേട്ടോ. അത്രയ്ക്ക് റിസൾട്ടുള്ള നമ്മുടെ ഹെയർ ഫോളൊക്കെ ഉണ്ടെങ്കിൽ അത് നന്നായിട്ട് റെഡ്യൂസ് ആകുന്ന ഒരു ഹെയർ മാസ്കും കൂടിയാണ് ഇത്. അപ്പം നിങ്ങൾ എന്തായാലും വീഡിയോ ഫുള്ളായിട്ട് കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് റെഡിയാക്കി വെക്കുകയാണ് ഞാൻ. ഇത് നമ്മുടെ തേങ്ങാപ്പാലാണ് കേട്ടോ, അതായത് കോക്കനട്ട് മിൽക്ക്. അപ്പം ഞാൻ കുറച്ച് തേങ്ങ എടുത്ത് നന്നായിട്ട് മിക്സിയുടെ ജാറിലിട്ട് വെള്ളമൊന്നും ചേർക്കാണ്ട് അത് നന്നായിട്ടൊന്ന് അരിച്ചെടുത്തിട്ടുള്ളതാണ്. പിന്നെ നമ്മളിന്ന് ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസ് കാണാം. അതായത് ഹിബിസ്കസ് ആൻഡ് മെയ്ത്തി, ഇത് രണ്ടിനെയും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു പൗഡറാണ് ഞാൻ എടുത്തേക്കുന്നത്. അതായത് നമ്മുടെ ആൽപ്സ് ഗുഡ്നെസ്സിൻ്റെ ഒരു പ്രോഡക്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതിൽ നമുക്ക് രണ്ടും കൂടി മിക്സ് ആയിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് വെവ്വേറെ എടുത്ത് അരച്ചൊന്നും കഷ്ടപ്പെടേണ്ട. അപ്പോൾ നമുക്ക് എന്താ പറയുക, നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഈ ഒരു ഇൻഗ്രീഡിയൻസ് ഒന്നും ഫ്രഷ് ആയിട്ട് കിട്ടാത്തവർക്ക് എളുപ്പമൊന്ന് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ് കേട്ടോ. അതുപോലെ തന്നെ അതിനകത്ത് ആഡ് ചെയ്തത് 2 സ്പൂൺ തൈരായിരുന്നു. അതിന് ശേഷം ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് റോസ്മേരി വാട്ടറാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു റോസ്മേരി വാട്ടറിൻ്റെ ഒരുപാട് ആഡ്സ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. സംഭവം എങ്ങനെയാണിത് വർക്കാവോ ഇല്ലയെന്ന് എനിക്ക് യാതൊരു ഐഡിയയും കാര്യങ്ങളും ഉണ്ടായിരുന്നില്ല. ഇതെന്തായാലും റോസ്മേരി കുറേ കാലമായി ഞാൻ ട്രൈ ചെയ്ത് നോക്കണമെന്ന് വിചാരിക്കുന്ന ഒരു പ്രോഡക്റ്റായിരുന്നു. അപ്പോൾ എനിക്കിതൊന്നും ഉണ്ടാക്കിയെടുക്കാനൊന്നും നേരമൊന്നും കിട്ടാത്തതുകൊണ്ട് ഞാൻ കുറേയൊക്കെ ഇങ്ങോട്ട് മാറ്റി വെച്ചേക്കുന്ന ഒരു പ്രോഡക്റ്റായിരുന്നു. അപ്പം ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിയിട്ട് സംഭവം ഇതിലേക്ക്, ഈ ഒരു ഹെയർ മാസ്കിലേക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. അത്യാവശ്യം നല്ലോണം അത് ഇതിലേക്ക് ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത ശേഷം ഞാൻ ആദ്യം ഒരു തയ്യാറാക്കി വെച്ചിരുന്ന കോക്കനട്ട് മിൽക്കും തേങ്ങാപ്പാലും കൂടി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് അത് നമ്മുടെ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പാകമായിട്ടുള്ള രീതിയിലേക്ക് ആക്കിയെടുത്തു കേട്ടോ. അപ്പം ഞാൻ ആ ഒരു പൗഡർ എടുത്തിരുന്നത് ഒരു 3 സ്പൂണാണ്. അപ്പോൾ 3 സ്പൂൺ അളവിൽ പൗഡർ എടുത്ത്, അതായത് നമ്മുടെ ഹിബിസ്കസ് ആൻഡ് മെയ്ത്തി പൗഡർ രണ്ടും കൂടി മിക്സ് ആയിട്ടുള്ള പൗഡർ എടുത്ത് അതിലേക്ക് 2 സ്പൂൺ തൈര് ആഡ് ചെയ്തു. അതിനുശേഷം അത് ഫുള്ളായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്ന പാകത്തിന് നമ്മുടെ റോസ്മേരി വാട്ടർ ഒഴിച്ചു കൊടുത്തു. അതിനുശേഷം അവസാനം കോക്കനട്ട് മിൽക്കും കൂടി ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്ത ശേഷമാണ് ഇപ്പം എൻ്റെ ഹെയറിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഐറ്റം എന്ന് പറയുന്നത്. ഇതൊരു രക്ഷയില്ല. നമ്മുടെ മുടി കൊഴിച്ചിലാണെങ്കിൽ അതുപോലെ തന്നെ നമ്മുടെ മുടിയുടെ ടെക്സ്ചർ കംപ്ലീറ്റ് മാറ്റുന്ന ഒരു മാസ്കാണ്. നമുക്ക് നന്നായിട്ട് വർക്കാവുന്ന ഒരു കാര്യമാണ് കേട്ടോ. അപ്പോൾ നിങ്ങളിത് അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒത്തിരി മാറ്റങ്ങൾ ഫീൽ ചെയ്യും. അതായത് നമ്മുടെ സ്കാൽപ്പ് ഭയങ്കരമായിട്ട് കൂളാവും കേട്ടോ. ഇതിൽ നമ്മൾ ആഡ് ചെയ്തിരിക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മുടെ മുടി നന്നായിട്ടൊന്ന് കണ്ടീഷൻ ചെയ്യുന്ന കാര്യമാണ്. അതുപോലെ തന്നെ റോസ്മേരി ഞാൻ ഇതുവരെ ട്രൈ ചെയ്യാത്തതുകൊണ്ട് അതിൻ്റെ ബെനിഫിറ്റ്സ് ഞാൻ പറയാം. അതായത് റോസ്മേരി നമ്മുടെ മുടിക്ക് നന്നായിട്ട് ആ ഒരു ഡാൻഡ്രഫ് ആണെങ്കിലും ഇച്ചിനെസ് ആണെങ്കിലും നമ്മുടെ ഇങ്ങനെ ചൊറിച്ചിൽ, സ്കാൽപ്പിലുള്ള ആ ഒരു ചൊറിച്ചിൽ കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയെടുക്കാൻ സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ ഏജിങ് പ്രോസസ്സ്, നമ്മുടെ ആ ഒരു അകാല നര കാര്യങ്ങൾക്കൊക്കെ വളരെ നല്ലതാണ്. നമ്മുടെ മുടിക്ക് നല്ലൊരു കറുപ്പ് നിറം കൊടുക്കാൻ നല്ലതാണ്. അതുപോലെ തന്നെ ഹെയർ ഫോളിനൊക്കെ ഒത്തിരി നല്ലതാണ് കേട്ടോ. പുതിയ മുടികൾ വളർന്നു വരാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. അപ്പം ഫുള്ളായിട്ട് ഞാൻ ആ ഒരു ഫ്രണ്ട് ഏരിയയിലും നമുക്ക് ആ ഒരു മുടി പോയയിടത്തൊക്കെ നന്നായിട്ട് ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഫുള്ളായിട്ട് എല്ലായിടത്തും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഈ ഒരു വീഡിയോയിൽ ഞാൻ കാണിക്കണ പോലെ തന്നെ നിങ്ങൾ ഏത് പാക്ക് ഇടുകയാണെങ്കിലും ഓരോരോ സെക്ഷൻസ് ആയിട്ട് എടുത്ത് നന്നായിട്ട് സ്കാൽപ്പ് ഫുള്ളായിട്ട് കവർ ആകുന്ന രീതിക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ.
ഇത് നമുക്ക് മുടിയുടെ ലെങ്തിലും നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ക്വാണ്ടിറ്റി ഞാൻ അത്രയും കൂടുതലായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ അങ്ങനെ തന്നെ കൂട്ടി എടുക്കുക. നിങ്ങളുടെ മുടിയുടെ ലെങ്തിനും തിക്നെസ്സിനും ഒക്കെ അനുസരിച്ച് അത്യാവശ്യം നല്ലോണം എടുത്തിട്ട് മിക്സ് ചെയ്ത് എടുക്കുക കേട്ടോ. മുടിയുടെ ലെങ്തിലേക്കും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോഴാണ് നമുക്ക് കറക്റ്റ് ആ ഒരു മാറ്റം ഫീൽ ചെയ്യുള്ളൂ. പിന്നെ ഈ ഒരു പാക്കറ്റ് എടുക്കുന്നതിന് മുൻപായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഹെയറിൽ ഓയിൽ വെച്ചാൽ മതി. അത് എന്താ പറയുക, നിർബന്ധമില്ല. കാരണം നമ്മളിതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ മുടി നന്നായിട്ട് മാനേജബിൾ ആക്കാൻ നൗറിഷ് ചെയ്യാൻ സഹായിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഇനി ഒരു ഓയിലിൻ്റെ കാര്യം ഇവിടെ അത്യാവശ്യമായിട്ട് വരുന്നില്ല. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ മാത്രം മുടിയുടെ ലെങ്തിലേക്കും സ്കാൽപ്പിലേക്കും ഒക്കെ ഓയിൽ വെച്ചാൽ മതി. ഇല്ലയെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യേണ്ട കേട്ടോ. ഈ ഒരു പാക്കറ്റ് കഴിയുമ്പോൾ തന്നെ നമ്മുടെ മുടിക്ക് ആ ഒരു നൗറിഷ്മെൻറ്റും കാര്യങ്ങളൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഈ ഒരു പാക്ക് ഫുള്ളായിട്ട് നമുക്ക് ലെങ്തിലേക്കും സ്കാൽപ്പിലും ഫുള്ളായിട്ട് കവർ ആകുന്ന രീതിക്ക് അപ്ലൈ ചെയ്ത് കൊടുത്ത ശേഷം മുടി ഒന്ന് കെട്ടി വെച്ച് ഒരു മണിക്കൂറായിരുന്നു ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. നിങ്ങൾക്ക് തണുപ്പിൻ്റെ പ്രശ്നമൊക്കെ ഒരുപാട് കൂടുതലുള്ളവർക്കൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ സമയം നിങ്ങൾക്ക് എത്ര നേരം വെച്ചിരിക്കാൻ പറ്റുമോ അത്രയും നേരം വെച്ചിരുന്നാൽ മതിയാകും. എനിക്കങ്ങനെ പ്രോബ്ലവും കാര്യങ്ങളും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ 1 മണിക്കൂർ വരെ വെച്ചേക്കുന്നത് കേട്ടോ. അതിന് ശേഷമാണ് ഹെയർ വാഷ് ചെയ്യുന്നത്. അപ്പോൾ ഹെയർ വാഷ് ചെയ്യുന്ന സമയത്ത് വെറുതെ വെള്ളത്തിൽ ഹെയർ വാഷ് ചെയ്യുകയാണ്. ഷാമ്പൂ കാര്യങ്ങളോ ഒന്നും യൂസ് ചെയ്യേണ്ട. നമുക്കതിൻ്റെ ആവശ്യവും വരത്തില്ല കേട്ടോ. അപ്പോൾ അത്രയ്ക്ക് നമ്മുടെ സ്കാൽപ്പ് നന്നായിട്ട് ക്ലീൻ ആവുകയും ചെയ്യും. നമ്മുടെ മുടി നന്നായിട്ട് സോഫ്റ്റ് ആവുകയും ചെയ്യും കേട്ടോ. അപ്പം ഞാൻ അങ്ങനെ ഫുള്ളായിട്ട് എല്ലായിടത്തും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്ത് മുടി മേലെ കെട്ടി വെച്ചു. ഇനി ഒരു മണിക്കൂർ വരെ വെയിറ്റ് ചെയ്യും. അതിന് ശേഷം ഹെയർ വാഷ് ചെയ്യുവാണ് കേട്ടോ. അപ്പോൾ മുടി നന്നായിട്ട് വെള്ളത്തിൽ കഴുകിയെടുത്താൽ മതി. നമുക്ക് വേറെ ഒരു പ്രോഡക്റ്റും ഇനി യൂസ് ചെയ്യേണ്ട കേട്ടോ. അപ്പോൾ നന്നായിട്ട് നിങ്ങൾ ഈ ഒരു സ്കാൽപ്പിൽ എന്തെങ്കിലുമൊക്കെ അതിൻ്റെ പൊടികളൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് കഴുകി വെള്ളത്തിൽ കഴുകിയെടുക്കുക. പിന്നെ ആദ്യം ഫസ്റ്റ് ടൈം കഴുകുമ്പോഴത്തേക്കും എന്താ പറയുക, മുടി പെട്ടെന്ന് ഇങ്ങനെ വലിച്ചെടുക്കല്ല. ഒന്ന് ജസ്റ്റ് വെള്ളം ഒഴിച്ച് അതൊന്ന് സോക്കാകാൻ വിട്ട ശേഷം നന്നായിട്ട് ഹെയർ വാഷ് ചെയ്തെടുക്കുക കേട്ടോ. അല്ലെങ്കിൽ മുടി നന്നായിട്ട് പൊട്ടി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചേക്കുക. അപ്പോൾ അങ്ങനെ ഹെയർ വാഷൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ എൻ്റെ സ്കാൽപ്പ് നന്നായിട്ടൊന്ന് ക്ലീൻ ആയ പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അത്രയ്ക്കും ഒരു മാറ്റം പോലെ തോന്നുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് മുടി ഇനി ഒന്ന് ഉണങ്ങി കിട്ടണം. എന്നാലാണ് അതിൻ്റെ റിസൾട്ട് നമുക്കത് കറക്റ്റായിട്ട് കാണാൻ പറ്റത്തുള്ളൂ. അപ്പം ഞാനും ഇങ്ങനെ കാത്തിരിക്കുകയാണ് കേട്ടോ മുടി ഉണങ്ങി വരാൻ വേണ്ടിയിട്ട്. അപ്പം ഇതാണ് ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത്. മുടി ശരിക്കും പറഞ്ഞാൽ ഒരു രക്ഷയില്ല, അത്രയ്ക്കും മാനേജബിളാണ് മുടി എന്ന് പറയുന്നത്. ഭയങ്കര സിൽക്കി സ്മൂത്തായിട്ട് കിടക്കുകയാണ്. അടിപൊളി രസമാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു റോസ്മേരി വാട്ടർ നമുക്ക് പാക്കൊക്കെ ഇടണ പോലെ തന്നെ നമ്മുടെ സ്കാൽപ്പിലേക്ക് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. എല്ലായിടത്തും എത്തുന്ന രീതിക്ക്, അതായത് ഓരോരോ സെക്ഷൻസ് ആയിട്ട് എടുത്തിട്ട് എല്ലായിടത്തും കിട്ടുന്ന രീതിക്ക് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ആ ഒരു സ്കാൽപ്പിലേക്ക് അത് അബ്സോർബ് ആയിക്കോളൂ കേട്ടോ. അപ്പോൾ പ്രത്യേകിച്ച് ഹെയർ വാഷിൻ്റെ ആവശ്യമൊന്നും വരുന്നില്ല. ഇത് നിങ്ങൾക്ക് ഡേ ടൈമിലാണെങ്കിലും നൈറ്റ് ടൈമിലാണെങ്കിലും എപ്പോഴാണോ നിങ്ങൾക്ക് ടൈമുള്ള ആ ഒരു സമയത്ത് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇത് യൂസ് ചെയ്യാൻ ഭയങ്കര ഈസിയാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഒരു സ്മെല്ല് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. എന്നിട്ട് നിങ്ങളുടെ റിസൾട്ടുകളൊക്കെ അറിയിക്കാം കേട്ടോ. അപ്പോൾ അത്രയുള്ള ടാറ്റാ ബൈ.